2006 MS സ്വാമിനാഥൻ കമ്മീഷൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്. അതിലാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഫോർമുല അദ്ദേഹം കൊണ്ടുവന്നത്. അത് C2 + 50% എന്നുള്ള ഫോർമുലയാണ്. C2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഇമ്പോർട്ടഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, എത്രയാണ് മൂലധനം ഇതിനു വേണ്ടി മുടക്കുന്നത്, കൃഷി ചെയ്യുന്ന ഭൂമിയുടെ തറവാടക കണക്കാക്കുക, പിന്നെ അവിടെ കർഷകൻ ചെലവാക്കുന്ന പണം, ഇപ്പോൾ വിത്ത് വേണം, വളം വേണം, റെയിൻ ഗാർഡ് വേണം, ഒരുപാട് സംവിധാനങ്ങൾ വേണം. അതുകൂടാതെ ഈ കർഷകനും കുടുംബാംഗങ്ങളും ജോലി ചെയ്യാണ്, ഇത് ഷീറ്റാക്കി ഉണക്കി ഇത് ചെയ്യുകയാണ്. അപ്പോൾ ആ കർഷകനും കർഷകൻ്റെ കുടുംബാംഗങ്ങൾക്കും അവർക്ക് ചെയ്യുന്ന തൊഴിലിനുള്ള കൂലി, ഇതാണ് C2. അതോടൊപ്പം 50% കൂടി ചേർത്തിട്ടാണ് MSP നിശ്ചയിക്കേണ്ടതെന്നാണ് MS സ്വാമിനാഥൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അത് വെച്ച് ഇപ്പോഴത്തെ റബ്ബറിൻ്റെ C2 + 50% എന്ന് പറഞ്ഞാൽ 300 രൂപയാകും. അതുകൊണ്ടാണ് ഞങ്ങൾ 300 രൂപ ഡിമാൻഡ് ചെയ്തത്. ഈ C2 + 50% ഫോർമുല വെച്ചുകൊണ്ടാണ് UDF പ്രതിപക്ഷം ഇത് 300 രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നത്. ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ ഘട്ടത്തിൽ റബ്ബർ കർഷകരെ താങ്ങി നിർത്താനുള്ള ഒരു നടപടിയും ഒരു പരിപാടിയും സർക്കാരിൻ്റെ മുമ്പിൽ ഇല്ലാത്തതിലും ഞങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും.